യെശയ്യാവ് 37:1-13 വരെ. ഹിസ്കിയാ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി തട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. പിന്നെ അവൻ രാജാധി വിചാരകൻ ഏലാക്കീമിനെയും രാജസക്കാരൻ ശേബനെയും പുരോഹിതന്മാരിൽ മൂപ്പന്മാരെയും തട്ടുടുത്തവരായി ആമോസിന്റെ മകനായ യെശയ്യാവ് പ്രവാചകന്റെ അടുക്കൽ അയച്ചു. അവൻ അവനോട് പറഞ്ഞത്, ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നത് കഷ്ടം, ശാസനയും നിന്ദയുമുള്ള ദിവസമത്രേ. കുഞ്ഞുങ്ങൾ ജനിപ്പാനായിരിക്കുന്നതും പ്രസവിപ്പാനോ ശക്തിയില്ല. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ രബ്ശാക്കേന്റെ യജമാനായ അശ്ശൂർ രാജാവിനെ അയച്ച് പറയിക്കുന്ന വാക്ക് നിന്റെ ദൈവമായ യഹോവയെ പക്ഷെ കേൾക്കും. നിന്റെ ദൈവമായ യഹോവ കേട്ടിരിക്കുന്ന വാക്കിന് പ്രതികാരം ചെയ്യും. ആകയാൽ ഇനി ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം കഴിക്കണമേ. ഹിസ്കിയാ രാജാവിന്റെ വൃത്യമായ യെശയ്യാവിന്റെ അടുക്കൽ വന്നപ്പോൾ യെശയ്യാവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ യജമാനോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അശ്ശൂർ രാജാവിന്റെ വൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്ക് നിമിത്തം ഭയപ്പെടേണ്ട. ഞാൻ അവനൊരു മനോവിഭ്രമം വരുത്തും. അവനൊരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. ഞാൻ അവനെ അവൻ്റെ സ്വദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും. രബ്ശാക്കേ അടങ്ങിച്ചെന്ന് അശ്ശൂർ രാജാവിന് ലിബ്നയുടെ നേരെ യുദ്ധം ചെയ്യുന്നത് കണ്ട് അവൻ ലാഖീഷ് വിട്ടുപോയി എന്ന് അവന് കേട്ടിരിക്കുന്നു. എന്നാൽ കുശാൻ രാജാവ് തന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിരിക്കുന്നു കേട്ടിട്ട് അവൻ ഹിസ്കിയാന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ യഹൂദ രാജാവായ ഹിസ്കിയാവോട് പറയേണ്ടത് കൊണ്ട് യെരൂശലേം അശ്ശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കളയില്ല എന്നും, നീ ആശ്രയിക്കുന്ന നിന്റെ ദൈവം നിന്നെ ചതിക്കരുത്. അശ്ശൂർ രാജാക്കന്മാർ സകല ദേശത്തോട് ചെയ്തത് അവർക്ക് ഉന്മൂലനാശം വരുത്തിയതും നീ കേട്ടിട്ടുണ്ടല്ലോ. നീ വിടുവിക്കപ്പെടുമോ? ഗോസാൻ, ഹാരാൻ, രേസേഫ്, തെസ്ലാരിയ, എദേനിയർ എന്നിങ്ങനെ എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ചു കളഞ്ഞ ജാതികളുടെ ദേവന്മാർ അവരെ വിടുവിച്ചിട്ടുണ്ടോ? ഹമാത്ത് രാജാവും അർപ്പാദ് രാജാവും സേഫർഹീം പട്ടണം ഹോന ഇവ എന്നിവയ്ക്ക് രാജാവായിരിക്കുന്നുവെന്ന് എവിടെ?